മീൻ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ജസ്റ്റിൻ്റെ ഫാദർ നമുക്ക് വേണ്ടി മീനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും LTDREAMSന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിന്ന് ഗ്രില്ല് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് വാഴൂർ പഞ്ചായത്തിലെ ചമമ്പതാൽ എന്ന് പറയുന്ന സ്ഥലത്തെ, അതായത് നമ്മുടെ സ്വന്തം സ്ഥലത്തെ എൻ്റെ കൂട്ടുകാരനായ ജസ്റ്റിൻ്റെ വീട്ടിലെ ഒരു പാറക്കുളമാണ്. അപ്പം കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് മത്സ്യകൃഷി. അപ്പം നേരത്തെ ഇത് വെറും സാധാ പാറക്കുളമായിരുന്നു. അപ്പം അവരതിൽ മീനെ ഇട്ട്, അപ്പം നമ്മൾ ഈ പടുതാക്കുളം അല്ലാതെ നമ്മൾ ഈ പാറക്കുളത്തിൽ വളർത്തിയ മീനൊരു പ്രത്യേക ടേസ്റ്റാണ്. പടുതാക്കുളത്തിലെ അതിനെക്കാട്ടും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും വളർത്തു മീൻ. അപ്പോൾ അവർ ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഇപ്പം വിൽപ്പനയ്ക്ക് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതായിരുന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ മീൻ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ജസ്റ്റിൻ്റെ ഫാദർ നമുക്ക് വേണ്ടി മീനെ പിടിച്ചിട്ടുണ്ട്. കിട്ടി, അടിപൊളി. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കി അമ്മച്ചി നോക്കിക്കോളും. നമുക്ക് ഇതിനകത്തൊക്കെ കുറച്ച് ഉപ്പുകല്ലിട്ടിട്ട് നല്ലതായിട്ട് തേച്ചെടുക്കാം. ഇത് ഉപ്പുകല്ല് നമ്മൾ ഈ ചട്ടിക്കത്, ഈ മൺചട്ടിക്കകത്ത് തേച്ചാൽ ഇതിൻ്റെ ഉളുമ്പ് പോകണം. നമുക്ക് നല്ല വൃത്തിയായിട്ടത് തേച്ച് കഴുകിയെടുക്കാം. നല്ല വൃത്തിയായിട്ട് മീൻ വെട്ടി റെഡിയാക്കിയത് വെക്കുകയാണ്. അതിൻ്റെ ഉളുമ്പെല്ലാം പോയി. അപ്പോൾ നമ്മുടെ മീൻ ഫില്ല് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കുവാണ്. നമ്മൾ 2 സൈസ് മസാലയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് മുളക് പൊടി ചേർത്തുള്ളതും, മറ്റത് നമ്മൾ കാന്താരി, നമ്മുടെ പച്ച കുരുമുളകും ഒക്കെ ചേർത്തുള്ള ഒരു മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം മുളക് പൊടി ചേർത്തുള്ള നമ്മുടെ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ചെറിയ സ്പൂണിന് 3 സ്പൂൺ മുളക് പൊടി കിട്ടും, ലേശം മഞ്ഞൾ പൊടി, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ്, ഒരു 1/2 സ്പൂൺ ചെമ്മയ, പിന്നെ നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ നാരങ്ങയുടെ നീര്, അപ്പോൾ ഇത് ചേർത്ത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിന് ചായവ് കിട്ടുന്നത് കണ്ടോ, അതാണ്. അത് നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി കാന്താരി, പച്ച കുരുമുളകൊക്കെ ചേർത്തുള്ള മസാല ഉണ്ടാക്കാം. അതെ, ഇത്രയും കാന്താരി നമ്മൾ ഞെടുപ്പ് കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പഴുത്ത കാന്താരി കൂടെ വെച്ചതിന് വെച്ചാൽ ഒരു കളർഫുൾ ആയിക്കോട്ടെ. നമ്മുടെ പച്ച കുരുമുളക്, ഇത്ര പച്ച കുരുമുളക് കിട്ടും. പിന്നെ ഇതിൽ കൊടുത്ത് നമ്മളൊരു 5 ഉള്ളി അതുകൂടി ഇതിനകത്തിടുക. പിന്നെ കറിവേപ്പില,
മഞ്ഞൾ പൊടിച്ച് ലേശം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയത്. ഇത് നമ്മൾ ഈ നാരങ്ങാനീര് വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കി. ഇനി നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. സ്വല്പം വെള്ളം കൂടി ഒഴിക്കും. നമ്മൾ മിക്സി ചെയ്തിട്ട് അരച്ച് കൊണ്ടുവരാം. എല്ലായിട്ട് മസാല തേച്ച് കൊടുക്കാം. ഇതിനകത്തും എല്ലായിടത്തും മസാല നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ മസാലയും തേച്ച് കൊടുക്കാം. നമ്മൾ ഈ വരഞ്ഞതിനകത്തെല്ലാം നല്ലതായിട്ട് മസാല കയറ്റണം. ഈ മുളക് പൊടി ചേർത്തുള്ള ആ മസാല റെഡിയാക്കി ഇത് നമ്മൾ ഈ മീനിലെല്ലാം നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഈ കാന്താരി കുരുമുളകും പച്ചക്കുരുമുളകും കരിയാപ്പിലയൊക്കെ കൂടെ അരച്ച ഈ മസാല നമുക്ക് ഈ മീനെ തേച്ച് പിടിപ്പിക്കാം. അത് എന്നാന്ന് വെച്ചാൽ ഈ രണ്ടും ഉണ്ടാക്കുന്ന വെച്ചാൽ ഇതിൽ രണ്ടിനും ടേസ്റ്റിൻ്റെ വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഏതാണോ നല്ലതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നല്ല പച്ച മീനായതുകൊണ്ട് നമുക്ക് പഴുക്കാത്ത മീനായതുകൊണ്ട് നല്ല മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകത്തില്ല. ഇത് പച്ച മീനായതുകൊണ്ട് അപ്പം നമ്മൾ 2 സൈസിലുള്ള മസാലയും നമ്മളെ മീനെ പുരട്ടി നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒരു അരമണിക്കൂർ സമയം ഫ്രിഡ്ജ് വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കനൽ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കനൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇതേ വെച്ച് പൊള്ളിച്ചെടുക്കാം. വെളിച്ചെണ്ണ കൂട്ടി കൊടുക്കാം. അപ്പം ഏകദേശം ഒരു വശം വെന്ത് നമുക്കൊന്ന് തിരിച്ചു വെക്കാം. കാണാം, അടിപൊളി. അപ്പം ഇത് നമ്മൾ തിരിച്ചും മറിച്ചും വെച്ചിട്ടുണ്ട്. 2 വശം നല്ലതായിട്ട് വെന്തു നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ വെന്തില്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. നല്ല സൂപ്പറായിട്ട് വെച്ചു. റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. കണ്ടോ 2 വശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറക്കാം. ഹായ്,
നല്ല മീനെ ഇത് ഞാൻ തിന്നിട്ടുള്ളതാ കേട്ടോ. അടിപൊളി, നല്ല നല്ല ടേസ്റ്റാണ് മീനിന്. കപ്പയാ മീനും കൂടെ ഗ്രില്ല് ചെയ്ത മീനും കൂടെ തിന്നാൻ നല്ല അടിപൊളി, നല്ല രസം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നല്ല രസമാണ്. ഇതിനകത്ത് എണ്ണയൊന്നും ചേരാത്തതാണ്. അത് എണ്ണയൊന്നും നമ്മൾ എണ്ണയ്ക്കകത്ത് പൊള്ളിച്ചെടുക്കുന്നവരൊന്നും അല്ല. എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.